നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മുംബൈ വിമാനത്താവളത്തിലെ ശൗചാലയത്തിൽ നവജാത ശിശുവിന്റെ മൃതദേഹം കണ്ടെത്തി. ടെർമിനൽ 2-ലെ ശൗചാലയത്തിനുള്ളിലെ ചവറ്റുകുട്ടയിൽ നിന്നാണ് മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത്. രാത്രി 10:30-യോടെയാണ് സംഭവം അധികൃതരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. സംഭവവുമായി ബന്ധപ്പെട്ട് സഹർ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം തുടങ്ങി. തുടർ നടപടികൾക്കായി മൃതദേഹം കൂപ്പർ ആശുപത്രിയിലേക്ക് മാറ്റിയെന്ന് വിമാനത്താവള അധികൃതർ അറിയിച്ചു. ഛത്രപതി ശിവജി വിമാനത്താവളത്തിന്റെ 2ാം ടെർമിനലിലെ വിമാനത്താവളത്തിന്റെ ശുചിമുറിയിലാണ് വേസ്റ്റ് ബിന്നിൽ കിടക്കുന്ന നിലയിൽ കുഞ്ഞിന്റെ മൃതദേഹം കണ്ടെത്തിയത്. അതീവ സുരക്ഷാ മേഖലയായ വിമാനത്താവളത്തിൽ കുഞ്ഞിന്റെ മൃതദേഹം കണ്ടെത്തിയത് വലിയ രീതിയിലുള്ള ആശങ്കയാണ് ഉളവാക്കിയിരിക്കുന്നത്. കുഞ്ഞിനെ ഉടൻ തന്നെ സമീപത്തുള്ള ആശുപത്രിയിൽ എത്തിച്ചിരുന്നു, പക്ഷേ മരിച്ചുവെന്ന് ഡോക്ടർമാർ സ്ഥിരീകരിച്ചു. എന്തായാലും മുംബൈ സഹർ പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച് ആരാണ് കുട്ടിയെ ഇവിടെ ഉപേക്ഷിച്ചത് എന്നത് കണ്ടെത്താനുള്ള തീവ്ര ശ്രമമാണ് പോലീസ് നടത്തുന്നത്. എയർപോർട്ട് അതോറിറ്റി അറിയിച്ചതനുസരിച്ച് പോലീസ് എത്തുകയും മൃതദേഹം പുറത്തെടുക്കുകയും ചെയ്തു. മണിക്കൂറുകൾക്ക് മുൻപ് തന്നെ കുഞ്ഞ് മരിച്ചിരുന്നുവെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ജനിച്ച് ദിവസങ്ങൾ മാത്രം പ്രായമുള്ള കുഞ്ഞാണ്. സംഭവത്തിൽ അന്വേഷണം തുടങ്ങിയതായി പോലീസ് അറിയിച്ചു. വിമാനത്താവളത്തിലെ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തുന്നുണ്ട്. ഏതെങ്കിലും തരത്തിൽ സൂചന കിട്ടുമെന്ന പ്രതീക്ഷ പങ്കുവയ്ക്കുകയാണ് പോലീസ് ഉദ്യോഗസ്ഥർ. തീർച്ചയായിട്ടും ഒരു കുഞ്ഞിനെ ഇത്തരത്തിൽ ഇപ്പോൾ ജനിച്ച ഉടനെ കുട്ടിയെ കൊലപ്പെടുത്തുന്ന ഈ സംഭവം, ഒരുപാട് സംഭവങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. കുട്ടി ജനിച്ച ഉടനെ അതിനെ കൊലപ്പെടുത്തുക, അല്ലെങ്കിൽ ചവറ്റുകുട്ടയിൽ ഉപേക്ഷിക്കുക, മറ്റിടങ്ങളിൽ ഉപേക്ഷിക്കുക, ഇങ്ങനത്തെ ഒരുപാട് വാർത്തകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് മറ്റൊരു വാർത്ത കൂടി നോക്കാം. അതായത് കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ഉണ്ടായ സംഭവമാണ്. കണ്ണൂർ പാപ്പിനിശ്ശേരിയിൽ 4 മാസം പ്രായമുള്ള കുഞ്ഞിൻ്റെ മൃതദേഹം കിണറ്റിൽ കണ്ടെത്തിയ സംഭവം വലിയ രീതിയിലുള്ള ആശങ്കയായിരുന്നു ആദ്യം ഉളവാക്കിയത്. പിന്നീട് ആരാണിത് ചെയ്തത് എന്നത് വളരെ വഴിത്തിരിവായ സംഭവമായിരുന്നു. കുഞ്ഞിനെ കൊന്നത് താനാണെന്ന് ബന്ധുവായ 12-കാരി പോലീസിനോട് സമ്മതിച്ചിരുന്നു. തമിഴ്നാട് സ്വദേശികളുടെ 4 മാസം പ്രായമുള്ള കുഞ്ഞിനെയാണ് കാണാതായത്. പിന്നീട് തിരച്ചിലിനിടെ അടുത്തുള്ള കിണറ്റിൽ കുഞ്ഞിൻ്റെ മൃതദേഹം കണ്ടെത്തി. കുഞ്ഞിൻ്റെ മരണം കൊലപാതകമാണെന്ന് നേരത്തെ തന്നെ പോലീസിന് സംശയമുണ്ടായിരുന്നു. കുഞ്ഞിനെ കാണാതായ സമയം വീട്ടിൽ കുഞ്ഞിൻ്റെ ബന്ധുവായ പെൺകുട്ടിയും ഉണ്ടായിരുന്നു. രാത്രി ശൗചാലയത്തിൽ പോയി തിരികെ വരുമ്പോൾ കുഞ്ഞിനെ കണ്ടില്ല എന്നാണ് 12-കാരി ആദ്യം പോലീസിനോട് പറഞ്ഞത്. എന്നാൽ ഈ മൊഴിയിൽ പോലീസിന് സംശയം തോന്നി. പിന്നീട് ഈ പെൺകുട്ടി താൻ തന്നെയാണ് കുഞ്ഞിനെ കൊന്നതെന്ന് സമ്മതിച്ചു. കണ്ണൂർ ACP രത്നകുമാറായിരുന്നു കുട്ടിയെയും അമ്മയെയും ചോദ്യം ചെയ്തത്. തനിക്ക് മാതാപിതാക്കൾ, അതായത് ഈ കുട്ടിയുടെ മാതാപിതാക്കൾ ഇല്ല, മറിച്ച് ബന്ധുക്കൾ ഈ കുട്ടിയെ വളർത്തുകയായിരുന്നു. അപ്പോൾ മാതാപിതാക്കൾ, അതായത് ഇപ്പോഴുള്ള മാതാപിതാക്കൾ, അവരുടെ സ്നേഹം കുറഞ്ഞു പോകുമോ എന്ന ഭയത്താലാണ് ഈ വീടും അതുപോലെ തന്നെ ഈ സ്നേഹവും ഒക്കെ തന്നിൽ നിന്ന് അന്യം നിന്ന് പോകുമോ എന്ന ഭയം മൂലമാണ് ഈ പെൺകുട്ടി ഇത്തരത്തിലൊരു കൊടും ക്രൂരത ചെയ്തത് എന്നാണ് പിന്നീട് അന്വേഷണത്തിൽ മനസ്സിലാക്കാൻ സാധിച്ചത്. തീർച്ചയായിട്ടും ഒരു 12-കാരിയാണ് ഇത്തരത്തിൽ ഒരു കൊലപാതകം ചെയ്ത് കുഞ്ഞിനെ എടുത്ത് കിണറ്റിലേക്ക് എറിയുകയായിരുന്നു. ആ മാതാപിതാക്കൾക്ക് വലിയ രീതിയിലുള്ള ഒരു നഷ്ടമായിരുന്നു സംഭവിച്ചത്. എന്തായാലും 12-കാരിയുടെ ഒരു മനസ്സ് സഞ്ചരിച്ചത് ആ രീതിക്കായിരുന്നു എന്നതാണ് ഈ സംഭവത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.